സന്തോഷി, നമസ്കാരം. നമസ്തേ നമസ്തേ. നമ്മള് പ്രണവവേദയുടെ ആചാര്യനോടല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ ദേവസങ്കല്പങ്ങളിലെ ഈ ശ്രീരാമന് മാത്രം ജയ് വിളിക്കുന്നു, എന്നാ ശ്രീകൃഷ്ണന് ജയ് വിളിക്കുന്നില്ല, മഹാവിഷ്ണുവിന് ജയ് വിളിക്കുന്നില്ല, അയ്യപ്പന് ജയ് വിളിക്കുന്നില്ല, ഗണപതിക്ക് ജയ് വിളിക്കുന്നില്ല. അപ്പൊ ഈ ശ്രീരാമന് മാത്രം എന്താ ഈ ജയ് വിളിക്കുന്നത്? എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? സന്തോഷി, ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ശ്രീരാമന് മാത്രമാണ് ജയ് വിളിക്കുന്നത്. ഇപ്പൊ ഒരു ആക്ഷേപം ഉണ്ടല്ലോ ജയ് വിളിക്ക്. ഇപ്പൊ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വിളിക്കുന്നതാണോ എന്നൊക്കെയാ ഇപ്പൊ ചില ആളുകൾ പറയുന്നത്. വർഗീയവാദികൾ വിളിക്കുന്നതാണ്, കൊല്ലാൻ വിളിക്കുന്നതാണ് ജയ് ശ്രീരാം. ഇതാണ് ആക്ഷേപം. എന്തിനാണ് ജയ് ശ്രീരാം വിളിക്കുന്നത്? അതാണ് ചോദ്യം മെയിനായിട്ട്, അല്ലെ? ശാസ്ത്രവിശ്വാസികളാണ് ജയ് ശ്രീറാം വിളിക്കുന്നത്. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവര് ജയ് ശ്രീരാം വിളിച്ചു പോകും. കാരണം ബേസിക് സയൻസിന്റെ ഉപജ്ഞാതാവ് ശ്രീരാമചന്ദ്രനാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ ദ്വൈതം, അദ്വൈതം, ത്രേതം എന്നൊക്കെ പറയില്ലേ? ഇതിനെല്ലാം കാരണനായിരിക്കുന്ന ആദ്യ വേദാന്ത വേദ്യവാക്യൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. മൂന്നായി പിരിഞ്ഞു പോയിട്ടുള്ള ആധ്യാത്മികത, ആദിഭൗതികത, ആദിജൈവികത എന്ന് പറയുന്ന പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച് ശൈവ വൈഷ്ണവ ദൈവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച മഹാജ്ഞാനിയായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ശക്തി എന്തെന്ന് ജനങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുത്ത് ദൈവത്തെ ചൂണ്ടിക്കാണിച്ച് തൊട്ട് കാണിച്ച് കൊടുത്തിട്ട് പോയാണ്. അതെ, ബേസിക് സയൻസ്, അതായത് ത്രേത സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. ദൈവ ജൈവ ശൈവ കണങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന പ്രപഞ്ചശക്തി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിപ്പിച്ച് യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെ മാളത്തിൽ ഒളിപ്പിച്ച ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ തിയോളജിയുടെ കാരണക്കാരൻ. ആധുനിക ലോകം പറയുന്ന ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളെ കണ്ടെത്തിയ, അതായത് ദൈവ ജൈവ ശൈവ കണങ്ങളാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ത്രികണങ്ങളെന്നും ആ ത്രികണങ്ങളാണ് ത്രിലോകങ്ങൾക്കും ത്രികാലങ്ങൾക്കും ത്രിദോഷങ്ങൾക്കും സർവ്വതിനും കാരണമായിരിക്കുന്നത് അതാണ് എന്ന്. ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഭൂമി ത്രികണ വൈഭവത്താലാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിട്ട് ത്രിമൂർത്തികളെ പോലെയാണ് വർത്തിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്നത്. ബേസിക് സയൻസ് അവിടെയാണ് തുടങ്ങുന്നത്. ത്രിമൂർത്തികൾ ആരാണെന്നും ദൈവം ആരാണെന്നും എല്ലാം സമർപ്പിച്ച് എല്ലാം കൃത്യമായ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ഇവിടുത്തെ ജീവലോകത്തിന് കൊടുത്തയാളായതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ ജയ് എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ഇന്ന് നമ്മൾ പല ഭാഷകളിലും അല്ലെങ്കിൽ ചാനലുകളിലും ഒക്കെ പറയുന്നത് പോലെ ഇതര രാജ്യങ്ങളിലൊക്കെ ഭീകരവാദികള് ഒരു മനുഷ്യനെ കഴുത്തിറക്കുന്നതിന് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ശൈലിയല്ല ഇത്, അല്ലേ? അല്ല, അത് മുഴുവൻ കണ്ടെത്തിയിട്ട് അതിനന്ന് വരെ ഗുരുമുഖത്ത് നിന്ന് മാത്രമാണ് വേദത്തെ ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. വായ്മൊഴികളായിരുന്നു, അക്ഷരം ഉണ്ടായിരുന്നില്ല. രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി അജ്ഞതയെ നിഗ്രഹിച്ചിട്ടും ജീവൻ ബലി കഴിച്ച മഹത് വ്യക്തിയാണ്. അക്ഷരങ്ങളെ കണ്ടെത്തി ആ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നും അക്ഷരങ്ങളെ ജനിപ്പിച്ച് അതിനു വേണ്ടിയിട്ട് അഗ്നിയെ കെടാതെ സൂക്ഷിച്ച ആയോധനം നിലപ്പിച്ച അയോധ്യയിലെ അധിപനായിരുന്നു. അജ്ഞതയ്ക്ക് പരിഹാരം കാണുവാനുള്ള ഏറ്റവും വലിയ നിയോഗവുമായിട്ട് വന്ന ഈ ശാസ്ത്രലോകത്തിലേക്ക്, ശാസ്ത്രചിന്തയിലേക്ക് നമ്മളെ നയിച്ച വേദത്തിൽ പറയുന്നത് ഇതാണ്. ആദ്യ വേദാന്ത വേദ്യവാക്യൻ, മൂന്നായി പിരിഞ്ഞു നിന്നവരെ ഒന്നായി ചേർത്ത് വെച്ച ആ മഹാവൈഭവം. മനസ്സിലായി. ഇതാണ് സത്യത്തിൽ ഇവിടുത്തെ ജനത അറിയേണ്ടത്, നമ്മുടെ തലമുറ മുഴുവൻ അറിയേണ്ടത് ഈ സത്യമാണ്. തീർച്ചയായിട്ടും. അപ്പോ ഇന്നിപ്പോ നമ്മൾ ആക്ഷേപിച്ചിട്ടോ നമ്മൾ വ്യസനിച്ചിട്ടോ കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദോഷൈക ദൃക്കുകളായിട്ടുള്ളവരുടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ, സത്യത്തിൽ ഈ രാവണ പക്ഷത്തുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവർക്ക് ജൈവിളി കേൾക്കുമ്പോൾ തോന്നുന്നത് ഭീകരവാദികളുടെ ജൈവിളിയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് എവിടെ ജൈവിളി കേട്ടാലും ഈ ഒരു മനസ്സിൽ വന്നുകൂടുകയാണ്, അന്ധത നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ജയ് വിളിക്കുന്നവരും അറിയണം ഈ കാര്യം. ഇപ്പോഴും ആധ്യാത്മികതയും ആദിഭൗതികതയും ആദിജൈവികതയും മൂന്ന് ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ആ പാപത്രയങ്ങളാണ് ഈ ആധ്യാത്മികതയും ആദിഭൗതികതയും ആദിജൈവികതയും. ഇത് ആത്മീയതയും ഭൗതികതയും ജൈവികതയും ചേർന്ന് നിൽക്കേണ്ടതാണ്. മൂന്ന് ധ്രുവങ്ങളിലേക്ക് പോയിട്ട് പാപത്രയങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ടവരല്ല, കലഹിക്കേണ്ടവരല്ല.
ആത്മീയവാദവും ഭൗതികവാദവും ജൈവവാദവും എല്ലാം ചേർന്ന് ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൽ, ഈ ദ്രവ്യത്തിന്റെ വിശ്വാസത്തിൽ ഒന്ന് ചേർത്ത് വെച്ചിട്ട് മറഞ്ഞ ആളാണ്. ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ ഓടിച്ച് നുറുക്കിയിട്ട് പോയ മനുഷ്യനാണ്. വീണ്ടും ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിക്കുവാനായിട്ട്, ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനായിട്ട്, ശാസ്ത്ര വിജയത്തിന് വേണ്ടിയിട്ട് ഓരോ കണ്ടെത്തലുകളും വരുമ്പോൾ അറിയാതെ ശ്രീരാമനെ കുറിച്ച് അറിയുന്നവര് ജയ് വിളിച്ചു പോകുന്നതാണ്. ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല, രാക്ഷസീയതയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര ശബ്ദമാണ് രാം. വളരെ സന്തോഷമുണ്ട് സന്തോഷി, വളരെ നന്ദിയുണ്ട്. എന്തായാലും ശ്രീരാമചന്ദ്രജി ജയ് എന്ന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞു തന്നല്ലോ. തീർച്ചയായിട്ടും നമുക്കും വിളിക്കാം. ജയ് ശ്രീരാം. ജയ് ശ്രീരാം.